ഹായ് ഗായ്സ് ആൻഡ് ദിസ് ഇസ് മീ ഗായത്രി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. വെയിറ്റ് ഗെയിനും എക്സസൈസും എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ എടുത്തേക്കുന്നൊരു ടോപ്പിക്ക്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നേരിടുന്ന ഒരു പ്രശ്നമാണ് എക്സസൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ പൊതുവേ ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ഹൈ കലോറി ഫുഡ്, ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ എക്സസൈസ് ചെയ്യുമ്പോൾ പറയും, നീ എക്സസൈസ് ചെയ്യാൻ പാടില്ല, കാരണം നിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് കാരണം ഇപ്പോൾ ജിമ്മിലായാലും അങ്ങനെ വിടാത്ത ആൾക്കാരുണ്ടാവും. ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറഞ്ഞാലോ എന്ന് പഠിച്ചിട്ട് ജിമ്മിൽ പോകുന്നോ, അല്ലെങ്കിൽ നീ ഒരു ഡയറ്റ് എടുക്കുന്നോ എന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം പൊതുവേ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എക്സസൈസ് ചെയ്യണോ വേണ്ടേ എന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും നിങ്ങളെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് നല്ല ഒരു കാര്യമായിരിക്കും. അതിനു മുന്നേ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ഹൈ കലോറി ഫുഡായിരിക്കും. നിങ്ങൾ ഒരുപാട് ഫുഡും കഴിക്കുമായിരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഒബിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫാറ്റൊക്കെ ഒരുപാട് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് മസിലിനെ കാട്ടി നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് പിന്നെ ഫാറ്റ് ആയിരിക്കും. ആ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്താണ് നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് ആയിരിക്കും പൊതുവെ കാണപ്പെടുന്നത് മസിലിനെ കാട്ടി. അപ്പോൾ നിങ്ങൾക്ക് അൺഹെൽത്തിയർ ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ ആയിരിക്കും അവിടെ ശരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് കൂടെ എടുക്കുകയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അൺഹെൽത്തി ഫാറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പോവുകയും മസിൽ മാസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ടൈമിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതും കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ എക്സസൈസ് ചെയ്യുക തന്നെ ചെയ്യണം. അവരെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ നിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് അൺഹെൽത്തിയർ ആയിട്ടുള്ളൊരു വേ ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായിട്ടും പ്ലീസ് ടു വാച്ച് മൈ യൂട്യൂബ് ചാനൽ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ.